ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഈ ചാനലിൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ക്ഷാമം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഫസ്റ്റ് ചാനലിൽ ഫുട്ബോൾ കോർട്ടിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റേ റേസിസം. ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ആകെ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ റേസിസം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ ഒരു ടീം മൊത്തം തന്നെ പറയേണ്ടി വരും. കാരണം അർജന്റീനിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ആ ചാൻഡ് ഏറ്റി പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ചെൽസിയുടെ ഇന്നത്തെ യങ് പ്ലെയർ ആയിട്ടുള്ള ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും നല്ല പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള ആ താരം ലൈവിൽ വന്നിട്ട് ആ വീഡിയോസ് പുറത്തു വിട്ടു. പക്ഷെ അതിനെതിരെ ചാൻഡ് വിളിച്ചവരെ അർജന്റീനിയൻ ടീമിലെ പല ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. സോ ഓക്കെ, ഇതിന് രണ്ട് തരത്തിൽ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് റിയൽ ഫുട്ബോൾ ഫാൻ ആയിട്ട് ന്യായീകരിക്കുന്ന ആൾക്കാർ, അതായത് അത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും ബ്രസീൽ ഫാൻസിനും പോർച്ചുഗൽ ഫാൻസിനും ന്യായീകരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ, അർജന്റീനനെ താഴ്ത്തി കെട്ടാൻ ഒരു കാരണം കിട്ടിയല്ലോ എന്ന് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. സോ ഇവർ എന്താണ് ഉദ്ദേശിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. ഞാനൊരു ഫുട്ബോൾ ഫാനാണ്, ഐ എം നോട്ട് എ ബ്രസീൽ ഫാൻ, ഐ എം നോട്ട് എ പോർച്ചുഗൽ ഫാൻ. ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു ടൈമിൽ ഏതാണോ ടോപ്പ് ടീം, ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു ടോപ്പ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫുട്ബോൾ ആരാധകനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നത്? അതാണ് കാരണം അർജന്റീനയെ പറ്റിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് അർജന്റീനയെ പറ്റിയിട്ടാണ്. ഫുട്ബോൾ കോർട്ട് എന്ന് പറയുന്ന ആ ചാനലിൽ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. മെസ്സിയെ പറ്റിയിട്ടാണ്. അതൊന്നും റീച്ച് എന്നതിലുപരി ആ ഒരു ടീമിനോടുള്ള ആ ഒരു പ്രണയം, അവരുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു താരം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് ഇറക്കിയിട്ട് ലൈവിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു എന്നുള്ളതിൽ എൻസോയെ മാത്രം കുറ്റം പറയുന്ന ഫുട്ബോൾ ആരാധകരോട് നമുക്ക് എന്താ പറയാ, ഓരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാം. കാരണം ഇത്ര ഒരു വൃത്തികെട്ട ഒരു ഫാൻസാണ് നിങ്ങൾ എല്ലാവരും. ഒരുപാട് ആൾക്കാർ അതിനെതിരെ ഏറ്റുപാടിയിട്ടുണ്ട്. അവർക്കൊക്കെ എതിരായിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എംബാപ്പെ എന്ന് പറയുന്ന താരത്തെ പറ്റിയിട്ടാണ്, എംബാപ്പിനെ പറ്റിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുള്ളത്. സോ അത് എംബാപ്പെ എന്ന് പറയുന്ന താരത്തെ മാത്രം പറ്റി പാടിയതല്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോക ഫുട്ബോളിൽ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഓരോ ഫുട്ബോളേഴ്സിനും കുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇപ്പൊ ഈ വീഡിയോന്റെ അടി വന്നിട്ട് ഇജ്ജെന്തിന് ഇങ്ങനെ കരയണമെന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയണം. ഞാൻ ഇപ്പൊ ഇട്ടുകൊണ്ട് ഫ്രാൻസിന്റെ ജേഴ്സിയാണ്, അതിന്റെ അർത്ഥം ഞാൻ ഫ്രാൻസിന്റെ ആരാധകനാണ് അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് സിദാന്റെ ജേഴ്സിയാണ്. എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് സിദാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജേഴ്സി ഇട്ടിട്ടാണ് വർത്താനം പറഞ്ഞത്. ഇതിന്റെ പേരിൽ ആ ഒരു ഇതും കൂടെ ഫ്രാൻസിന്റെ ഭാഗത്തേക്ക് തിരിക്കരുത് എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോ കാണാനായി. ആ വീഡിയോയിൽ അദ്ദേഹം പറയേണ്ട ഒരു വാക്കുണ്ട്. അതായത് ഇതൊക്കെ പേഴ്സണൽ ആയിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പേഴ്സണൽ ആയിട്ട് അവിടെ നോട്ടോ. പക്ഷെ ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റാണ്. സോ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പേഴ്സണൽ ആയിട്ടും തെറ്റ് തന്നെയാണ്. റേസിസം, ഒരാളെ കറുത്തവന അല്ലെങ്കിൽ ഒരാളെ നിരൂപകൻ, ഒരാളെ ഇങ്ങനെ എത്ര വൃത്തികെട്ടവൻ എന്നൊക്കെ പറയേണ്ടത് അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ എന്തോ പറയേണ്ട വാക്കുകൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒപ്പം കിടന്നുറങ്ങും, അങ്ങനെ കുറെ, അവരുടെ അച്ഛൻ കാമറൂണുകാരനാണ് പക്ഷെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉള്ളതാണ്, ഫ്രാൻസ് ആണ്, ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരുപാട് വീഡിയോ കണ്ടു. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എംബാപ്പയെ കുറിച്ച് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഫുട്ബോൾ ഫാൻസിന്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കുറച്ച് മുമ്പ് ഫാൻ ഫൈറ്റിന്റെ ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ പറയേണ്ട ഒരു കാര്യമാണ്, എംബാപ്പെ കോപ്പ അമേരിക്ക തുടങ്ങേണ്ടതിന് മുമ്പ് വേൾഡ് കപ്പിനെക്കാട്ടി പണി യൂറോ കപ്പ് നേടിയെടുക്കാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മറുപടിയാണ് അർജന്റീനയുടെ ഈ ഒരു ടീമൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. നിങ്ങൾ കപ്പെടുത്താൻ നിങ്ങൾ വലിയ കൊടുത്തൊരു മറുപടിയാണ്, അത് വേറെ വിഷയം. കപ്പെടുത്തന്നെ കൊടുത്തൊരു മറുപടിയാണ്. ഇനി ഇതിന്റെ പേരിൽ ആ ചെങ്ങായിമാരൊക്കെ ഇങ്ങനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഹിസ്റ്ററിപരമായിട്ട് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട് തോന്നുന്നു. കാരണം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോൾ ഫ്രാൻസിലുള്ളവരൊക്കെ ഈ ഏറെക്കുറെ ഇവിടുന്ന് കുടിയേറി പാർത്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ ടീമിലുള്ളത്. അപ്പോൾ അതിന്റെ അടിയിൽ ഒരാൾ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്, ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ വിചാരിക്കും ഇതൊരു ആഫ്രിക്കൻ ടീമാണോന്ന്.
അതിൽ തെറ്റൊന്നും പറയാൻ പറ്റൂല, ഓലൊക്കെ ഫ്രാൻസിക്ക് കുടിയേറി പാർത്ത ആൾക്കാർ തന്നെയാണ് എന്ന് പറയേണ്ട ഒരു കമന്റ് കാണാനായിട്ട് ഇതായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു കുടിയേറി പാർത്ത ആൾക്കാരാണെന്നൊന്നും ന്യൂജൻ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഓരൊക്കെ സ്കിൽഫുൾ ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരൊപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ വിഷം കുത്തി വെക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫുട്ബോൾ എന്ന് പറയുന്നത് മനുഷ്യൻക്ക് ജീവിതത്തിൽ കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു ഗെയിമാണ്. അതിലും കൊണ്ടുവന്നുകൊണ്ട് ഈ റേസിസ് ഒക്കെ കുത്തി കയറ്റാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത്ര ദാരുണമായിട്ടുള്ള ഫാൻസുകളും ദാരുണമായിട്ടുള്ള കളിക്കാരും ഇപ്പോഴും ലോകത്തുണ്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു കമന്റ് കണ്ടു, അർജന്റീനയിലുള്ള ആൾക്കാർ മൊത്തം വെളുത്ത വർഗ്ഗക്കാരെ മാത്രം കളിക്കാൻ ഇറക്കണുള്ളൂ, പോലെ ചരിത്രത്തിൽ തന്നെ 3 കറുത്ത വർഗ്ഗക്കാരാണ് പന്ത് തട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കമന്റ് കണ്ടു. അപ്പൊ ഇത് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ പേഴ്സണലായിട്ടും അതല്ലെങ്കിൽ ലൈവ് പ്ലാറ്റ്ഫോമുകളിലായിട്ടും ഈ ഒരു റേസിസം വന്ന് തുപ്പുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് പോയി മനസ്സിലാക്കാൻ കുറെ ആൾക്കാർക്ക് മുതിരുന്നില്ല എന്നുള്ള. ഇതൊക്കെ ഞാനിവിടെ വന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, എനിക്കിത് കുറച്ച് തെറ്റായിട്ട് തോന്നി. കുറച്ച് നല്ല തെറ്റ് തന്നെയാണ്, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ചെയ്യണത്, അല്ലാതെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. കണ്ടന്റ് ഇപ്പോൾ അർജന്റീന കോപ്പ അമേരിക്ക, അടുത്ത ബാലൻഡിയോറും, ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ എംബാപ്പയുടെ സൈനിങ്ങും കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് തെറ്റാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം. സോ നിർത്തുക. റേസിസം എന്ന് പറയുന്നത് ഇത് നമ്മളെ അടിയിലും കയറി വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ സെവൻസ് ഫുട്ബോളിൻ്റെ അടിയിൽ കൊരങ്ങാന്ന് വിളിച്ച് കളിയാക്കി എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ഫുട്ബോൾ പ്ലെയറിൻ്റെ ഒരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ റേസിസം എന്ന് പറയേണ്ടത് ഇത് നിർത്തേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ബൈ.